പ്രൈസിൽ എല്ലാ ദൈവങ്ങൾക്കും ഈ പ്രഭാതത്തിൽ സ്നേഹവന്ദനം. ഒരു രാത്രി കഴിഞ്ഞ് പകലൂടെ കാണാൻ ദൈവം സഹായിച്ചു നടത്ത ദൈവത്തിന് സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം 41 അധ്യായത്തിന് 52 വാക്യത്തിൽ യോസേഫ് പറഞ്ഞ് മിസ്രൈമിലായിരുന്നപ്പോൾ സങ്കടദേശത്ത് ദൈവം എന്നെ വർദ്ധിപ്പിച്ചു പറഞ്ഞ രണ്ടാമത്തെ മകനും എഫ്രൈം എന്ന് പേരിട്ടു. അവിടെ ജോസഫ് പറഞ്ഞൊരു പദമുണ്ട്, സങ്കടദേശം. ജീവിതത്തിൽ ഒത്തിരി സങ്കടങ്ങളാണ്. ഇസ്രായേൽ മക്കൾ അവിടെ അടിമത്തത്തിന്റെ നെടുവീർപ്പ് വേദനയിൽ കഴിയുമ്പോൾ ആ ഒരു സങ്കടദേശമാണ്. അത് പറഞ്ഞാൽ ദേശത്തിന്റെ പ്രത്യേക കുഴപ്പമെന്ന് പറയാൻ എന്തോ സങ്കടമാണ്. ജീവിതത്തിൽ ഒരു സന്തോഷം പ്രാപിക്കാൻ പറ്റത്തില്ല. സങ്കടം 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 സങ്കടം. ആ സങ്കടദേശത്ത് ദൈവം ജോസഫിനെ വർദ്ധിപ്പിച്ചെന്നാണ് ജോസഫ് പറയുന്നത്. അപ്പൊ നമ്മുടെയൊക്കെ ജീവിതത്തിൽ സങ്കടം നിരാശ വന്നാൽ ഒന്നും ചെയ്യാനൊരു മൂടില്ല. ജോലിക്ക് പോകാൻ താല്പര്യമില്ലോ, ഇനിയിപ്പോൾ ജീവിച്ചിട്ട് എന്ത് കാര്യം, പ്രാർത്ഥനയ്ക്ക് പോയിട്ട് ഒരു കാര്യം, കുറേ കാലമായി പ്രാർത്ഥനയ്ക്ക് പോയിട്ട് ഒന്നും കിട്ടിയില്ല. ഞാനിങ്ങനെ ഡെയിലി മുടിഞ്ഞ് തകർന്ന് ഞാനിങ്ങനെ നശിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഈ സങ്കടദേശത്ത് പുതിയതൊന്നും ചെയ്യാനുള്ളൊരു താല്പര്യം വരത്തില്ല. എന്തെങ്കിലും ഒരു പ്രവൃത്തിയിലേക്ക് പ്രവേശിക്കാനുള്ള മനസ്സ് വരത്തില്ല. അവിടെ ഒതുങ്ങിപ്പോകുകയാണ്. ജോസഫ് അങ്ങനെ ആയിരുന്നില്ല. നേരെ മറിച്ച് സങ്കടദേശത്ത് ദൈവം അവനെ വർദ്ധിപ്പിച്ചു എന്ന് പറയുമ്പോൾ ആ വാക്യം ഇന്ന് രാവിലെ നിങ്ങൾക്കുള്ള ദൂതായി നിങ്ങൾ ഏറ്റെടുക്കണം. പ്രിയമുള്ളവർ, നിങ്ങളുടെ ജീവിതത്തിൽ ഏത് സങ്കട കാലഘട്ടത്തിലും ഒരു ദുഃഖ കാലഘട്ടത്തിലും നിനക്ക് നിന്റെ കുടുംബത്തിന് നിന്റെ സഭയ്ക്കും ഒരു വർധന തരുന്ന ഒരു ദൈവമുണ്ട്. അവൻ കുറച്ചു കളയുന്ന ദൈവമല്ല, വർദ്ധിപ്പിക്കുന്ന ദൈവമാണ്. നിന്നെ ആത്മീകമായൊരു വർധന, ഭൗതികമായൊരു വർധന, നിന്റെ സ്നേഹത്തിന്റെ സ്നേഹമണ്ഡലത്തിൻ്റെ ഒരു വർധന, മൊത്തത്തിൽ ഒരു വർദ്ധിപ്പിക്കുന്ന ഒരു മണ്ഡലം ഈ സങ്കട കാലത്ത് ഈ ദേശത്തുണ്ടെന്ന് വിശ്വസിച്ച് ഈ പ്രഭാതത്തിൽ നീ ആമേൻ പറഞ്ഞാൽ ഉറപ്പായിട്ട് ഞാൻ പറയുന്നു, ഒരു ദൈവിക വിടുതലും ഒരു ദൈവിക അനുഗ്രഹങ്ങളും അതിനാൽ ഒരു വർധനവും ദൈവം നിനക്ക് തരും. പ്രിയമുള്ളവർ, അത് ദൈവം നിങ്ങൾക്കും എനിക്കും നമ്മുടെ സഭയ്ക്കും കുടുംബങ്ങൾക്കെല്ലാം നൽകട്ടെ എന്നുള്ള ആശംസയോടുകൂടെ ഞാൻ ഇന്ന് പകൽ ഈ ദൂത് നിങ്ങൾക്ക് കൈമാറുന്നു. ഏറ്റെടുക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദ ലോർഡ്.